പ്രവാസികളെ അവഗണിച്ച പിണറായി സർക്കാരിനെതിരെ കേരളം വിധി എഴുതുമെന്ന് പ്രഖ്യാപിച്ച് ദുബായിൽ UDF കൺവെൻഷൻ അരങ്ങേറി. UDF തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് നാട്ടിലെ ആവേശത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലയിലെ 13 UDF സ്ഥാനാർത്ഥികളും പ്രവാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കടൽ കടന്നെത്തിയ ആവേശത്തോടെ ജയ്വിളി. തൃശൂർ ജില്ലയിലെ 13 സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ LED സ്ക്രീനിൽ UDF ക്യാമ്പയിൻ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള അനുഭാവികൾ കൂട്ടത്തോടെ എത്തിയ കാഴ്ചയായിരുന്നു ഇത്. യുദ്ധ സംഘർഷഭീതി പോലും മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് കാഴ്ചകളെ വീറോടെ ദുബായിലെത്തിച്ചപ്പോൾ ആവേശം ഇരട്ടിയായി. വോട്ട് അഭ്യർത്ഥിച്ചും വോട്ട് ഉറപ്പാക്കിയും UDF പ്രവർത്തകർ ഈ കൺവെൻഷനെ നാടുപോലെയാക്കി. കഴിഞ്ഞ കാലങ്ങളിൽ 1000 വോട്ടുകൾക്ക് താഴെ തോൽക്കാനിടയായ പല മണ്ഡലത്തിലും ഫോക്കസ് ചെയ്തുകൊണ്ട് UDF സംവിധാനത്തിൽ നമ്മളവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജുകൾ ആളുകളെ നേരിട്ട് വിളിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രവാസികളെ അവഗണിച്ചവർക്കെതിരെ കേരളം വിധിയെഴുതുമെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും പ്രവാസികൾ പറഞ്ഞു. ഇൻഗാസ് KMCC തൃശൂർ ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായാണ് കൺവെൻഷൻ നടത്തിയത്. കഴിയാവുന്ന ആൾക്കാരെ നമ്മൾ കയറ്റിവിടുകയും അല്ലാതെയുള്ള കാര്യങ്ങൾ നമ്മൾ നാട്ടിലേക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെലിഫോൺ മുഖേനയും ബന്ധുമിത്രാദികൾ മുഖേനയും സൗഹൃദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ബന്ധപ്പെട്ടും മാക്സിമം വോട്ടുകൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദുബായ് ഇൻകാസ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UDF തൃശൂർ ജില്ലാ ചെയർമാൻ ഫിറോസ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. KMCC ദുബായ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ ഏറാമല മുഖ്യ പ്രഭാഷണം നടത്തി. ഇൻകാസ് KMCCയുടെ നിരവധി ഭാരവാഹികൾ കൺവെൻഷനിൽ സംബന്ധിച്ചു. ഇനി നാട്ടിലെ വോട്ടുകൂടി ഉറപ്പാക്കാനായി കോൾ ഫോർ UDF എന്ന പ്രത്യേക ക്യാമ്പയിൻ നടത്തും. വരും ദിവസങ്ങളിൽ പൂരങ്ങളുടെ നാട്ടിലേക്ക് പ്രവാസികളുടെ ഫോൺ കോൾ പൂരത്തിനും കൊടിയേറും. പിന്നാലെ വോട്ട് വിമാനവും ആവേശത്തോടെ പറന്നിറങ്ങുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.